ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. അവസാനമായി ദൈവവചനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. എന്നാൽ പ്രാരംഭമായിട്ട് നമ്മുടെ നടുവിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നാരായണൻ, അദ്ദേഹം അടൂർ സ്വദേശിയാണ്. ഈ സഭായോഗത്തിൽ നമ്മളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഈ സഭായോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രാരംഭമായിട്ട് അടുത്ത ചില 10 മിനിറ്റ് അദ്ദേഹം തങ്ങളിനെ പരിചയപ്പെടുത്തിയും ദൈവം തന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള ദൈവാലോചന നമ്മെ അറിയിക്കുകയും ചെയ്യും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറിപ്പോകയില്ല. എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറിപ്പോകയില്ല. കൈവിടുകില്ല അവൻ എന്നെ താങ്ങി നടത്തിയിടും. കൈവിടുകില്ല അവൻ എന്നെ താങ്ങി നടത്തിയിടും. രോഗം, ദുഃഖം, പ്രതിസന്ധികൾ ഉയർന്നാലും ഞാൻ ഇടറിപ്പോകയില്ല. കൈവിടുകില്ല അവൻ എന്നെ താങ്ങി നടത്തിയിടും. കൈവിടുകില്ല അവൻ എന്നെ താങ്ങി നടത്തിയിടും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായിരിക്കുന്ന കർത്തൃദാസന്മാർ, പ്രവചനക്കുന്നിലേക്ക് ഓടിക്കയറിയ ഇരമ്യാവ് ഇസ്രായേൽ താഴ്വരയിൽ പകച്ചു നിൽക്കുന്ന ജനസമൂഹത്തെ നോക്കിയിട്ട് ഇങ്ങനെ ഓർപ്പിച്ചു: നിങ്ങളുടെ ഹൃദയത്തിന് ഒത്ത ഇടയന്മാരെ ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. കണ്ണുനീരോടും പ്രാർത്ഥനയോടും പ്രവർത്തനത്തോടും കൂടിയായിരിക്കുന്ന കർത്തൃഭൃത്യന്മാരെ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ശക്തമായി ഉപയോഗിക്കുമാറാകട്ടെ. അറ്റ്ലാന്റയിൽ നിരവധി അനവധി കുടുംബങ്ങൾക്ക് രുചി നൽകുന്ന വാത്സല്യ പ്രിയ അച്ചായനും അമ്മാമ്മയും എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. പ്രിയപ്പെട്ടവർ, അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, വിശേഷിച്ച് ഗാനങ്ങൾ ആലപിച്ച വാത്സല്യ യൗവനക്കാർക്കും, എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സാധാരണക്കാരനും ചെറിയവനുമായിരിക്കുന്ന അനിൽ നാരായണൻ്റെ ഹൃദയംഗമാകുന്ന ക്രിസ്തീയ വന്ദനത്തെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ വെളുപ്പിന് എൻ്റെ വൈഫിൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മീറ്റിംഗ് ഒന്നുമില്ലാതെ വളരെ പരീക്ഷീണനായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടു പോയി. എന്നാൽ ക്രിസ്തീയ പ്രത്യാശ ധൈര്യം നൽകുന്നു. ആശവസംസ്കാര ശുശ്രൂഷ ചില മണിക്കൂറുകൾക്ക് മുമ്പ് മഴയുടെ അല്പപ്രയാസമുണ്ടായിരുന്നുവെങ്കിലും ഭംഗിയായിട്ട് നടക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പഴയ നിയമത്തിൽ 27-ാമത്തെ പുസ്തകം ദാനിയേലിൻ്റെ പുസ്തകം. പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി. ദാനിയേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം പ്രവാസിയായ ദാനിയേൽ ബാബിലോണിൽ, 2-ാം അധ്യായം ബിംബദർശനം, 3-ാം അധ്യായം തേച്ചോളം, 4-ാം അധ്യായം വൃക്ഷദർശനം, 5 ബൽസസർ ഒരുക്കുന്ന വിരുന്ന്, 6-ാം അധ്യായം പ്രാർത്ഥനക്കാരനായിരിക്കുന്ന ദാനിയേൽ സിംഹത്തിൻ്റെ കുഴിയിൽ. പ്രാർത്ഥിക്കുന്ന കർത്തൃദാസിയെ നിങ്ങളെ ആർക്കും തടയുവാൻ കഴിയത്തില്ല, ഒതുക്കുവാൻ കഴിയത്തില്ല, മുടിക്കുവാൻ കഴിയത്തില്ല. 7-ാമത്തെ അധ്യായം 4 ഘോര മൃഗങ്ങൾ. 8-ാമത്തെ അധ്യായം ആട്ടുകൊറ്റനും കൊലാട്ടുകൊറ്റനും. 9
ഇന്നും എനിക്ക് പഠിച്ചിട്ടും വായിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത 70 ആഴ്ചവട്ടം. 10 കർത്തൃദാസൻ 21 ദിവസത്തെ ഉപവാസത്തോടെ നദിക്കരയിൽ. 11 ഇന്നത്തെ സിറിയയെക്കുറിച്ചും ഈജിപ്തിനെ കുറിച്ചും ഗസയെക്കുറിച്ചുമുള്ള അതിശക്തമാകുന്ന പ്രവചനവും ആൻറ്റി ക്രൈസ്റ്റ് എന്ന നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അന്തിപ്പാസ് എപ്പിഫാനസും. 12-ാമത്തെ അധ്യായം ദാനിയേൽ വിശ്രമത്തിൽ. 7-ാമത്തെ അധ്യായം 28-ാമത് വാക്യം. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. എങ്ങനെയാകുന്നു? 7-ാമത്തെ അധ്യായം 26, 27, 28 വാക്യങ്ങൾ സമൂലം ചേർത്ത് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ ലോകത്തെ പാപത്തിലേക്കും പാതാളത്തിലേക്കും മരണത്തിലേക്കും കടപുഴക്കുന്ന പിശാചിന്റെ സകല ആധിപത്യത്തിനും അന്തം വരുത്തിയിട്ട് ആധിപത്യത്തെ ദൈവദാസന്മാർക്ക് തൻ്റെ ജനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന വളരെ മഹത്തായ സുദിനമായിരിക്കുന്ന നാളുകളെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ കാര്യങ്ങൾക്ക് ഒരു സമാപ്തി ദൈവം ചെയ്യാൻ പോകുകയാണ്. 138-ാമത്തെ സങ്കീർത്തനം 8-ാമത് വാക്യം. ദൈവം കഷ്ടതയിൽ എനിക്ക് സമാപ്തി വരുത്തി. അതെ, രോഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും തലമുറ സംബന്ധിച്ചുമൊക്കെ നിങ്ങളും ഞാനും വളരെ ചിന്താകുലത്തോടു കൂടിയായിരിക്കുമ്പോൾ വിശ്വസിക്കുക, ദൈവം തലമുറയ്ക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. അതെ, തനിക്ക് തന്നെക്കുറിച്ചും 2 ഭാര്യയെക്കുറിച്ചും ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചും ജനത്തിന് കർത്തൃദാസന്മാർ തലമുറയെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായപ്പോൾ സക്കറിയ പുരോഹിതൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ ലോകം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചിന്തിച്ചാലും എൻ്റെ മകൻ അത്യുന്നതന്റെ പ്രവാചകനായി തീരും. അതെ, വിശ്വസിച്ച് വിളിച്ചു പറ, ആ വിവാഹം നടക്കും. വിശ്വസിച്ച് പ്രഖ്യാപിക്ക്, ആ പുതിയ കോഴ്സിലേക്ക് പ്രവേശിപ്പാനിടയായി തീരും. ഈ പുസ്തകം ചുമ്മുവാൻ നമുക്ക് പിന്നാലെ അല്പം കഴിയുമ്പോൾ ദൈവം അവരെയും എഴുന്നേൽപ്പിക്കും. 3-ാമത്തെ ആശയം കൂടെ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. പകല് ദേശാന്തരം ചുറ്റിയുള്ള പ്രവചനവും പ്രസംഗവും ഇന്നലെയോ മിനിഞ്ഞാൻ തുടങ്ങിയതല്ല, ദീർഘ സംവത്സരങ്ങളായി. രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി. പതിവ് പോലെ കോട്ടകൊത്തറങ്ങളിലേക്ക് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ കടന്നു വന്നു. അന്ന് ആവലാതിയുടെ ഭാണ്ഡക്കെട്ടഴിച്ചിട്ട് ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ, ഞാൻ പ്രവചിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ആൾക്കാർ ദൈവത്തിലേക്ക് വരുന്നില്ല. ഞാൻ തൽക്കാലം ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അന്ന് രാത്രിയിൽ ദൈവം ആ മനുഷ്യനോട് സംസാരിച്ചു. അതൊന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഇത്രയും നാൾ പ്രവചിച്ചും പ്രസംഗിച്ചിട്ടും ആ കർത്തൃദാസൻ ഒരു ആവലാതി മാത്രമേ ഉള്ളൂ. ഇവിടെ വീടുണ്ട്, വാഹനമുണ്ട്, ജോലിയുണ്ട്, സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിലും അതേ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എൻ്റെയും ആവലാതിയുടെ കെട്ട ഇന്നും തീർന്നിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ സമയം ദൈവാത്മാവ് മിനിസ്ട്രി സംബന്ധിച്ച്, ശുശ്രൂഷ സംബന്ധിച്ച് ശക്തമായി ആലോചന അറിയിക്കുകയാ. ആവലാതിക്ക് അന്തം വരുത്തുന്ന എൻഡ് ഓഫ് ദ മാറ്റർ അത് ഇന്ന് പകൽ സമയം ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാ. ഈ സഭയ്ക്ക് എതിരായി നിൽക്കുന്ന ആത്മാക്കൾ രംഗപ്രവേശിച്ച് തടസ്സമായി വ്യാപരിക്കുന്ന ചില വ്യാപാര ശക്തികൾക്ക് പരിഹാരം ദൈവാത്മാവ് വരുത്താൻ പോകുകയാ. അതേ, ബഹുമാനിയ പാസ്റ്റർ, തലമുറ സംബന്ധിച്ച് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി 2026 5-ാം മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി
എൻ്റെ ദൈവം ചെയ്ത് മാനിപ്പാനിടയായിത്തീരും. അതെ, ജോസഫ് ഒരിക്കൽ സത്യസന്ധമായിട്ട് പറഞ്ഞു, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുകയും അച്ചാച്ചന്മാരുടെ കറ്റ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി 37:6-7 വാക്യങ്ങൾ. എന്നാൽ 13 വർഷങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 50-ാമത്തെ അധ്യായം 17-18 അതതുപോലെ സംഭവിച്ചുവെങ്കിൽ വിശ്വസിക്ക്, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഊറബന റഗദലക ഞാങ്ങണ പൊട്ടകത്തിലെ അകത്തളത്തിൽ നിന്ന് തലമുറകൾ അതെ പാലസിലേക്ക് രംഗപ്രവേശനം ചെയ്യാൻ പോകുകയാ. ഒന്ന്, അതെ പൈശാചികന്റെ ആധിപത്യത്തെ തകർക്കുന്ന കാര്യത്തിന്റെ സമാപ്തി. 2, കഷ്ടതയ്ക്കൊരു സമാപ്തി. 3-ാമത്തേത് മിനിസ്ട്രിക്ക് ഒരു സമാപ്തി എൻ്റെ ദൈവം ചെയ്യാൻ പോകുകയാ. അതെ, ഭാരപ്പെടേണ്ട. ദൈവം ഒരവധി എനിക്ക് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, ഈ സഭയ്ക്ക് വെച്ചിട്ടുണ്ട്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ.